പൊന്നാനി സീറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾക്ക് ശേഷം ഇതാദ്യമായി കെ ഇസ്മായിലും സ്ഥാനാർത്ഥി ഹുസൈൻ രണ്ടത്താണിയും വേദി പങ്കിട്ടു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കാരന്തൂരിൽ നൽകിയ പൌരസ്വീകരണത്തിലാണ് പിണക്കങ്ങൾ പറഞ്ഞു തീർത്ത് ഇരുവരും വീണ്ടും മിത്രങ്ങളായത്. പൊന്നാനി പ്രശ്നത്തിൽ സിപിഐയുടെ പതാകവാഹകനായിരുന്ന കെ ഇ ഇസ്മായിലാണ് ആദ്യമെത്തിയത്. ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബിയും. അധികം വൈകാതെ തന്നെ ഹുസൈൻ രണ്ടത്താണി പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാന്തപുരത്തെ അഭിവാദ്യം ചെയ്ത രണ്ടത്താണി തൊട്ടുപിന്നിലിരുന്ന ഇസ്മായിലിന് കൈകൊടുത്തു. പക്ഷേ മുഖം കൊടുത്തില്ല, നേരെ ഇരിപ്പിടത്തിലേക്ക്. തന്റെ പ്രസംഗത്തിനൊടുവിൽ ഇരുവരെയും പരാമർശിക്കാൻ കാന്തപുരവും മറന്നില്ല. രണ്ടത്താണിയെ പരാമർശിച്ചത് ഇങ്ങനെയും: പൊന്നാനിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹുസൈൻ രണ്ടത്താണിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇസ്മായിൽ സാഹിബ് എത്തി, എല്ലാവരും എത്തിയിട്ടുണ്ട്. കാന്തപുരത്തിന് പിന്നാലെ പ്രസംഗിക്കാനെത്തിയത് രണ്ടത്താണി. രണ്ടത്താണിയുടെ പ്രസംഗം തുടങ്ങിയ ഉടനെ തിരുവനന്തപുരത്തേക്ക് പോകാനായി കാന്തപുരം വേദി വിട്ടു. ഈ ഇടവേളയിലാണ് രണ്ടത്താണിയും ഇസ്മായിലും തമ്മിലുള്ള സൗഹൃദം പൊതുജനം കാണെ വീണ്ടും തളിർത്തത്. എല്ലാം കണ്ടും കേട്ടുമിരുന്ന സദസ്സിനോട് രണ്ടത്താണിയുടെ ഞങ്ങള് കുറെ തമാശ കളിക്കുക, പക്ഷെ ഉള്ളൊരു ഹൃദയങ്ങൾ ഒന്നാണ്, യാതൊരു വ്യത്യാസവുമില്ല. സ്വീകരണവേദിയിൽ രാഷ്ട്രീയം പറയരുതെന്നായിരുന്നു അഭ്യർത്ഥനയെങ്കിലും രണ്ടത്താണി പറഞ്ഞു വന്നത് മുഴുവൻ രാഷ്ട്രീയം. പരോക്ഷ വിമർശനങ്ങളെല്ലാം ലീഗിന് തന്നെ. ഉസ്താദിനെ ധിക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് എന്നൊക്കെ പറഞ്ഞു. നോട്ടീസ് വരെ അടിച്ചു. ആ അടിക്കുന്നവർക്ക് നോട്ടീസിന്റെ പൈസ വെറുതെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവിടെയുള്ള 100% പ്രവർത്തകരും അവരെ എന്റെ ഹൃദയം അറിയുന്നവരാണ്. ഒടുവിൽ ഇതുകൂടി പറഞ്ഞാണ് രണ്ടത്താണി വേദി വിട്ടത്. നമ്മളൊക്കെ എന്നോ ഉസ്താദ് അംഗീകരിച്ചല്ല, അപ്പൊ ഈ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം അംഗീകരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമ്മളാരും തോൽക്കാൻ വേണ്ടി നിൽക്കാറില്ല എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. നമുക്ക് ഈ ഷെയ്ഖുമാരുടെ ഒക്കെ പിന്തുണയുണ്ട്, അവരുടെ ദുആ ഉണ്ട്. മനോരമ ന്യൂസ്, കോഴിക്കോട്.